ദീപകാന്തി തെളിഞ്ഞു. നൃത്തവേദി ഉണർന്നു. മിന്നൽ കൊടി പോലെ ചടുല താള മേളങ്ങളിൽ മതിമറന്നാടുന്ന മാധവി ഒരു സ്വർഗറാണിയായി മാറി. ആനന്ദലഹരിയിൽ അകം നിറഞ്ഞാടുന്ന ആയിരങ്ങൾ. നൃത്തം അവസാനിച്ചു. കരഘോഷങ്ങൾക്ക് മുമ്പിൽ കൈ തൊഴുതുകൊണ്ട് നർത്തകി അണിയറയിലേക്ക് മടങ്ങി. മായമായ ഏതോ വിഭ്രാന്തിയിൽ മതിമറന്നു നിന്ന കോവലൻ അതാ അണിയറയിലേക്ക് പായുന്നു. അവിടെ സ്വപ്നം വിടരുന്ന കടവിഴികളോടെ പുഞ്ചിരിയുമായി നിൽക്കുന്നു മാധവി. ഞൊടിയിടയിൽ കോവലൻ തന്റെ രത്നഹാരം ഊരിയെടുത്ത് അവൾക്ക് നേരെ നീട്ടി. ആര് കണ്ടാലും മയങ്ങി വീഴും മട്ടിൽ കുടുങ്ങി ചിരിച്ചുകൊണ്ട് അവൾ കൈ നീട്ടി. ആ കൈകൾ ഞൊടി നേരം പുണർന്നിരുന്നു. പ്രിയേ, കോവലന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു ആ നൃത്തസന്ധ്യ. അതിനുശേഷം അവൻ ആളാകെ അങ്ങ് മാറി. വീട്ടിലെത്തുന്നത് തന്നെ വല്ലപ്പോഴുമാണ്. അവന് കണ്ണകിയെ കാണുന്നത് തന്നെ ചതുർത്ഥിയാണെന്ന്. മദ്യപിച്ചു വന്ന് ബഹളം കൂട്ടുന്ന കോവലന്റെ കാലിൽ വീണുകൊണ്ട് അവൾ കണ്ണീരോട് ചോദിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അങ്ങ് എന്തിനിങ്ങനെ നശിക്കുന്നു? ചീ, മാറുന്നില്ലടി വ്രണമേ. ആരെനിക്കു നീ മടുത്തു പോ പുറത്തു പ്രേതമേ. മാധവി എനിക്കു സ്വർഗരാജ്യമാണു കാമിനി. ആ മനോഹരങ്കിണിക്ക് ചുറ്റുവട്ടമെത്തുവാൻ 7 ജന്മമെങ്കിലും ജനിക്കണം നീ ഓർക്കണം. ചവിട്ടേറ്റ വേദനയിലും ആ പാവം ധർമ്മപത്നി തന്റെ കണവന് വേണ്ടി പ്രാർത്ഥിച്ചു. കടവുളെ കാപ്പാത്തുങ്കോ, എൻ കണവരെ കാപ്പാത്തുങ്കോ. ചവിട്ടിക്കുടഞ്ഞെറിയുമ്പോഴും ആ കലകളിൽ കെട്ടിപ്പിടിച്ച് പ്രിയതമന് സൽബുദ്ധി തോന്നുവാൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുന്ന സ്ത്രീരത്നങ്ങൾ ഭാരതത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അത് മദാമ്മമാർ പരിഹസിക്കുന്ന പോലെ അവർ അബലകളും അടിമകളും ആയതുകൊണ്ടല്ല, കുടുംബ നന്മയുടെ കുലമഹിമയുടെ ദേവീ രൂപങ്ങളായതുകൊണ്ടാണ്. കണ്ണകിയുടെ കണ്ണീരിൽ കുതിർന്ന നാളുകൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. കോവലൻ തിരിച്ചു വന്നില്ല. കാഞ്ചീപുരത്തെ മട്ടുപ്പാവിൽ കോവലന്റെ മാധവി മയക്കി എടുക്കുകയാണ്. ആടിയും പാടിയും പ്രണയപൂവാടിയിൽ ഇരുകോകിലങ്ങൾ പോലെ ലഭിച്ചുവാണു. പാടി മറന്നവൻ സർവസമ്പത്തും നൽകി പ്രേമദാമത്തെ തന്റെ സ്വന്തമാക്കിയിടാൻ ചിന്തി. മാധവി ആഗ്രഹിക്കുന്നതെന്നും കോവലൻ ആ കാൽ കീഴിൽ സമർപ്പിച്ചു. ആ നൃത്തക്കാരിയുടെ കടക്കണ്ണിൻ കോണിൽ ഒരു പാവയെ പോലെ അയാൾ കുരുങ്ങിക്കിടന്നു. കോവലന്റെ സർവസമ്പത്തും തട്ടിയെടുത്ത മാധവിയുടെ മട്ടുമാറി. അവൾ കോവലനോട് ആജ്ഞാപിച്ചു, കണ്ട മദ്യമന്മാർക്ക് കയറിയിറങ്ങാനുള്ള സത്രമല്ലേ ഇത്, കടക്കും പുറത്ത്. മാധവി, ഇത് നീ തന്നെയോ? അതെ, ആള് മാറിയിട്ടില്ല. എന്തേ ഇങ്ങനെ വിളിച്ചു നോക്കുന്നേ? കടക്ക് പുറത്ത്, കാശിന് കൊള്ളാത്തവൻ. അവൾ വാതിലുകൾ കൊട്ടിയടച്ചു. എല്ലാം നഷ്ടപ്പെട്ട ആ ഹതഭാഗ്യൻ വീട്ടിലേക്ക് കുറ്റബോധം നിറഞ്ഞ മനസ്സുമായി നടന്നു. ആ പാതിരാത്രിയിലും കൊളുത്തിവെച്ച കരിവിളക്കിന് മുന്നിൽ നിറകണ്ണുകളുമോടെ കണ്ണകി വിതുമ്പുകയായിരുന്നു. പെട്ടെന്ന് പുറത്തൊരു കാലിച്ച. യാരത്? അവൾ കരുതി വെച്ചിരുന്ന കൊടുവാൾ കയ്യിൽ എടുത്തില്ല. അന്നതിന്റെ ആവശ്യമില്ല. കാരണം അന്നത്തെ സമൂഹം ഇന്നത്തെ പോലെ പൈശാചികമായിരുന്നില്ല. ഇന്നാണെങ്കിലോ 90 കഴിഞ്ഞ വൃദ്ധകൾക്ക് പോലും രക്ഷയില്ല. യാരത്? അവൾ ജനൽ പഴുതിലോട് നോക്കുമ്പോൾ കോവലൻ. അവൾ വാതിലുകൾ തുറന്ന് ആ കാലുകളിൽ തൊട്ടുബന്ധിച്ചു. വാങ്ങി വാങ്ങി. കണ്ണകി, കാരുണ്യമായി കാക്കാത്ത മഹാപാപിയാണ് ഞാൻ. എന്നോട് നീ ക്ഷമിക്കില്ലേ? അങ്ങനെ പറയരുത്. തെറ്റുപറ്റുക മനുഷ്യ സഹജമല്ലേ? എനിക്ക് അങ്ങേ കിട്ടിയല്ലോ, അത് മതി. ആ കുലധർമ്മപത്നിയുടെ സ്നേഹത്തിന്റെ ശീതള ചായനെ കോവലന്റെ നെഞ്ചിലെ തീയണച്ചു. കണ്ണകി, ജീവിക്കാൻ നമുക്കിനി എന്താണ് മാർഗം? ഒരു വഴിയുണ്ട്. അവൾ ഓടിപ്പോയി പെട്ടി തുറന്നു. അതിലെ പട്ടുപൊതി കയ്യിലെടുത്തു. മാംഗല്യനാളില് താതനണീച്ച പുഞ്ചിലമ്പാണിതു വാങ്ങൂ. പാരില മൂല്യമാ രത്നജാലങ്ങൾ തൻ മഞ്ചിത ചിഞ്ചിരം കേൾക്കൂ നിങ്ങൾ. മഞ്ചിത ചിഞ്ചിരം കേൾക്കൂ നിങ്ങൾ. അങ്ങ് എന്തിനു വിഷമിക്കുന്നു? എനിക്ക് അച്ഛൻ തന്ന ഈ പൊൻചിലമ്പുകളിൽ ഒരെണ്ണം വിറ്റാൽ നമുക്ക് ഏറെ കാലം സുഖമായി ജീവിക്കാം. മുടങ്ങിപ്പോയ വ്യാപാരം വീണ്ടും ആരംഭിക്കുകയും ചെയ്യാമല്ലോ.
ആ കുലധർമ്മ പത്നിയുടെ സ്നേഹത്തിന് മുന്നിൽ കോവലന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. പിറ്റേന്ന് കാലത്ത് തന്നെ കോവലൻ ചിലമ്പ് വിൽക്കാൻ മധുരയിലേക്ക് പുറപ്പെട്ടു. മധുരയിലെ പേര് കേട്ട സ്വർണ്ണ വ്യാപാരിയായ നഗരവീര പെരുന്തട്ടാന്റെ കടയിലെത്തി. കൂട്ടവയറും കൂറക്കൻ കണ്ണുകളുമുള്ള പെരുന്തട്ടാൻ ചിലമ്പ് വാങ്ങി തിരിച്ചു മറിച്ചു നോക്കി. ഒക്കാറുങ്കോ കൊഞ്ച നേരം ഒക്കാറുങ്കോ ഞാൻ ഇതേ വന്നിട്ടേ. തട്ടാൻ ചിലമ്പുമായി അകത്തേക്ക്. ഏറെ വൈകിയില്ല, ഒരു കുതിരവണ്ടി പാഞ്ഞു വന്ന് കടയുടെ മുന്നിൽ നിർത്തി. ചാടി ഇറങ്ങിയ രാജഭടന്മാർ കോവലനെ പിടിച്ചു വലിച്ചു വണ്ടിയിലേക്ക് കയറ്റി. തമ്പുരാട്ടിയുടെ ചിലമ്പ് കെട്ട പെരുങ്കള്ള കയറുന്ന വണ്ടിയിൽ. കുടവയറും കുലുക്കി വന്ന പെരുന്തട്ടാൻ ചിരിച്ചു. താൻ തട്ടിയെടുത്ത തമ്പുരാട്ടിയെടുത്ത് പോലുള്ള ഒരു ചിലമ്പ് തന്റെ കയ്യിൽ തന്നെ വന്നു പെട്ടത് മഹാഭാഗ്യം. കള്ളനെ പിടിച്ചു കൊടുത്തതിന്റെ സമ്മാനം വേറെ ആണ്ടവാ. വാർത്ത കാട്ടുതീയായി. തമ്പുരാട്ടിയുടെ ചിലമ്പ് കെട്ട കള്ളനെ കാണാൻ ജനം കൊട്ടാരത്തിലേക്ക് ഓടിയെത്തി. ചിലമ്പ് ഉയർത്തി കാട്ടിക്കൊണ്ട് രാജാവ് ആജ്ഞാപിച്ചു. തലവെട്ടിയെറിയുവിൻ തെരുവിലെ കള്ളനെ, ഇനി ഇതുപോൽ കവർച്ചയുണ്ടാകല. ഇത് പാഠം, ഈ പാണ്ഡ്യ മന്നന്റെ ശാസനം. കരുതി മല വീഴണം മധുരയ്ക്കു മാതൃക. ഒരക്ഷരം മിണ്ടുകയോ ഒന്നുറക്കെ കരയുകയോ ചെയ്യും മുമ്പ് കോവലന്റെ തല തെറിച്ചു വീണു. രക്തം നാലുപാടും ചിതറി. ഇതറിഞ്ഞ കണ്ണകി അഴിഞ്ഞ മുടിയോടെ തീപാറും കണ്ണുകളോടെ കൊട്ടാരത്തിലേക്ക് ഓടിയെത്തി. തന്റെ പ്രിയതമന്റെ ചോര കൊണ്ട് നെറ്റിയിൽ തൊടുകുറി ചാർത്തിക്കൊണ്ട് കൊട്ടാരത്തിലെ ഇരുന്ന മന്നനെ തുറച്ചു നോക്കി. അധികാര മന്നനായി അലറുന്ന മന്നവ, അപരാധിയോ എന്റെ കാന്തൻ. തലവെട്ടി നീ ചെയ്ത രുതിരമേ സാക്ഷി, അറിയാത്ത പൊരുളറിഞ്ഞോളൂ, അറിയാത്ത പൊരുളറിഞ്ഞോളൂ. എന്ത് ധിക്കാരമോ? നമ്മുടെ പ്രിയതമയുടെ ചിലമ്പ് കെട്ട നിന്റെ ഭർത്താവ് അപരാധി അല്ലെന്നോ? ഹേ മന്നവ, നേരറിയാത്ത നിങ്ങൾക്ക് നേര് ഞാൻ കാട്ടിത്തരാം. കണ്ടില്ലേ, നിങ്ങൾ പിടിച്ചു വാങ്ങിയ ചിലമ്പിന്റെ ജോഡിയാണിത്. ഇനി പറയൂ, തമ്പുരാട്ടിയുടെ ചിലമ്പിൽ മുത്തോ രത്നമോ? മുത്ത്, മുന്നാഴി മുത്ത് നിറച്ച ചിലമ്പാണത്. എങ്കിൽ കണ്ടോളൂ, ഇതിനുള്ളിൽ രത്നങ്ങളാണ്, അമൂല്യമായ രത്നങ്ങൾ. അവൻ അത് സഭാമണ്ഡപത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ചിലമ്പ് പൊട്ടി, രത്നങ്ങൾ നാലുപാടും ചിതറി. തമ്പുരാൻ നടുങ്ങി, കാണികൾ കിടിലം കൊണ്ടു. ഒരു നിമിഷം ഭീകരമായ ഒരു അലർച്ചയോടെ കണ്ണകി തന്റെ വലതു മുല പറിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹേ മന്നവ, നീയും നിന്റെ സർവ്വ സ്വത്തുക്കളും വെന്ത് ചാമ്പലാവട്ടെ. ഒരു നിമിഷം കണ്ണകി അവിടെ തന്നെ തളർന്നു വീണു. കൊടുങ്കാറ്റുണർന്നു. കൊടുങ്കാറ്റിലുടനീളം അഗ്നിജ്വാലകൾ പടർന്നു. കൊട്ടാരവും സിംഹാസനവും മധുരാപുരിയും വെന്ത് ചാമ്പലായി. പ്രിയരെ, ധർമ്മം പിഴച്ച അധികാരികൾക്ക് ആ ധർമ്മം തന്നെ അന്ധകരാകും. ഒന്നുകൂടി, പെണ്ണിന്റെ കണ്ണീരഗ്നിയിൽ കത്തി ചാമ്പലാകും ഏത് ഭരണകൂടവും. നന്ദി, നമസ്കാരം.